ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അപാരമായ ശക്തി ഓരോ മനുഷ്യൻ്റെയും അന്തർഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊന്നും തന്നെ നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ദുർബലരാണ്, നിസാരന്മാരാണ്, എനിക്കൊന്നും കഴിയില്ല എന്നെല്ലാം നാം ഓരോരുത്തരും ധരിച്ചു വശായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ശരീരം ദുർബലമായി കഴിയുമ്പോൾ നമുക്ക് തോന്നും എനിക്കിനിയൊന്നും കഴിയില്ല എന്ന്. പക്ഷേ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന ആ പരമമായ ശക്തിവിശേഷം നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമിയായി വർത്തിക്കുന്നു. അതിനെ നാം അറിഞ്ഞാൽ, ആ ശക്തിയെ നാം അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാം. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ നീചകർമ്മങ്ങൾക്കിണങ്ങി. നമ്മെ നിയന്ത്രിച്ചിടേണ്ടും ശക്തി, നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി. നമ്മുടെ എല്ലാം മനസ്സിന് അപാരമായ കഴിവുണ്ട്. ആ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തി, അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ശക്തിയെ നമ്മൾ നിയന്ത്രിക്കണം. ഇവിടെ മനസ്സിനെയാണ് ഇവിടെ ഒരു ശക്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി, അതാണ് നമ്മുടെ മനസ്സ്. നമ്മൾ നിയന്ത്രിക്കേണ്ട ശക്തി നമ്മെ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മളെന്നാൽ ഇവിടെ ജീവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ ഒരു സ്വാധീനം വേണം. അതില്ലാതെ ആ മനസ്സ് ജീവനെയും ശരീരത്തെയും വലിച്ചു കൊണ്ടുപോയാൽ അവിടെ വിപത്താണ് നമുക്ക്. അതാണ് പറയുന്നത്, നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ഇന്നത്തെ ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ അതാണ്. നമ്മൾ നിയന്ത്രിക്കേണ്ട ശക്തിയെ നമ്മെ നിയന്ത്രിക്കുന്നു. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി, നമ്മൾ നിയന്ത്രിച്ച് വേണ്ട വഴിക്ക് പോകേണ്ട ആ ശക്തി നമ്മെ നിയന്ത്രിച്ച് നീചമായ വഴിയിലേക്ക് നയിക്കുന്നു. അതിനെ നാം തടയണം. അവിടെ മനസ്സാകുന്ന ശക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി. മനസ്സേ, നീ തോന്നിയ വഴിക്ക് പോവല്ലേ, അങ്ങനെ പോയാൽ നാം വിപത്തിൽ ചാടും എന്ന് മനസ്സിനെ നേർവഴിയിലേക്ക് തിരിക്കണം. വേണ്ടാത്ത കാര്യത്തിലോടും പോലെ വേണ്ടുന്ന കാര്യത്തിലോടിക്കൊണ്ടിടിൽ. താണ്ടാം ഈ സംസാരക്കടലേ, വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തായ വരികളാണ് ഇവയെല്ലാം എന്ന്. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി, നമ്മൾ നിയന്ത്രിക്കേണ്ട ശക്തി നമ്മെ നിയന്ത്രിച്ച് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ, ധീരമായ കാര്യങ്ങൾ നേടേണ്ട ശക്തി നീചകർമ്മങ്ങൾക്കിണങ്ങി. ധീരമായ കാര്യങ്ങൾക്കാണ് ആ മനസ്സിനെ വിനിയോഗിക്കേണ്ടത്. ഇവിടെ ധീരമായ കാര്യം എന്താണ്? നമ്മുടെ വിഷയങ്ങളിലൂടെ അങ്ങും ഇങ്ങും ഓടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കലാണിവിടെ ധീരകർമ്മം. അങ്ങനെ ധീരമായ കർമ്മത്തിന് വിധേയമാകേണ്ട മനസ്സ് നീചകർമ്മങ്ങൾക്കിണങ്ങി. നീചമായ ഇഷ്ടാനിഷ്ടങ്ങളും കാമക്രോധങ്ങളും മതമത്സര്യാദികളും അസൂയ, പക, വിദ്വേഷം, പ്രതികാരം ഇത്യാദി ചിന്തകൾക്ക് വിധേയമായി നമ്മെ ദുരിതത്തിലാഴ്ത്തുന്നു ആ മനസ്സാകുന്ന ശക്തി എന്നാണ്. അതിനാൽ ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ, ധീരകർമ്മത്തിന് ധീരമായ അവസ്ഥയിലേക്ക് ഉയരേണ്ട
നമ്മുടെ ആ ശക്തി നീചകർമ്മങ്ങൾ ചെയ്യാൻ ഇടവരുന്നു. നീചമായ കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാലിന്യങ്ങൾ, കാമക്രോധാദികൾ കൊണ്ട് ഇവിടെ ഈ ലോകം ഭരിക്കുന്ന ഒരവസ്ഥ. ആ ശക്തി നീചകർമ്മങ്ങൾക്ക് ചെയ്യാൻ വിധേയമായിത്തീരുന്നു മനസ്സിന് അടിമപ്പെട്ടാൽ. അപ്രകാരമുള്ള അടിമത്വത്തിൽ നിന്നും നാം മോചിതരാകണം. അതുകൊണ്ട് ഈ 4 വരി സുഭാഷിതം നമ്മൾ കേൾക്കുകയും നിരന്തരം മനനം ചെയ്യുകയും ആ മനസ്സാകുന്ന ശക്തിയെ നമ്മൾ നീചകർമ്മത്തിന് വിധേയമാക്കാതെ ധീരമായ കർമ്മത്തിന് വിധേയമാക്കി നമ്മുടെ സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ആ പരിശ്രമത്തിനാണ് നാം ഇവിടെ വില കൽപ്പിക്കേണ്ടത്. നമ്മൾ നിയന്ത്രിച്ചിടേണ്ടും ശക്തി നമ്മെ നിയന്ത്രിച്ചിടുന്നു. ധീരകർമ്മങ്ങൾക്കിണങ്ങേണ്ടും ശക്തികൾ നീചകർമ്മങ്ങൾക്കിണങ്ങി.